ഹലോ മൈ ഗായ്സ്, നമ്മൾ ലിറ്റിൽ കൈറ്റ്സ് ക്വസ്റ്റ്യൻ പാർട്ട് 3 ആണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അവധി അറിയിപ്പുകൾക്ക് സ്കൂളുമായി ബന്ധപ്പെട്ട എല്ലാ അറിയിപ്പുകൾ ഈ വീഡിയോയിൽ ഇടുന്നതായിരിക്കും. 41. വീഡിയോ എഡിറ്റിങ്ങിനായി ലിറ്റിൽ കൈറ്റ്സ് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണ്? ഓപ്പൺ സോഴ്സ് കൈൻഡ് ലൈവ്. ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ടൈം ലൈൻ എന്തിനാണ്? വീഡിയോകളും ഓഡിയോയുമായി ക്ലിപ്പുകൾ ക്രമീകരിക്കാൻ. ട്രാൻസാക്ഷൻ എന്നത് എന്താണ്? രണ്ട് വീഡിയോകൾ തമ്മിൽ മാറ്റം സൃഷ്ടിക്കാൻ പ്രകാരം. വീഡിയോ ടൈറ്റിൽ ചേർക്കാൻ ഉപയോഗിക്കുന്ന ടൂൾ. ടൈറ്റിൽ എഡിറ്റർ. ഒരു വീഡിയോ പ്രൊജക്ടർ എക്സ്പോർട്ട് ചെയ്യുന്നത് എന്തിനാണ് വേണ്ടത്? ഫൈനൽ ഔട്ട്പുട്ട് വീഡിയോ ആയി സേവ് ചെയ്യാൻ. ലൈബ്ര ഓഫീസ് ഇംപ്രസ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? സ്ലൈഡ് പ്രസൻറ്റേഷൻ തയ്യാറാക്കാൻ. ഇംപ്രസിൽ പുതിയ ബ്ലൈഡ് ചേർക്കാനുള്ള കീബോർഡ് കമാൻഡ് CTRL+M. സ്ലൈഡ് ഷോ ആരംഭിക്കാൻ കമാൻഡ് F5. സ്ലൈഡ് ലേഔട്ട് മാറ്റാൻ എന്ത് ഉപയോഗിക്കാം? സ്ലൈഡ് ലേഔട്ട്. ഇംപ്രസിൽ ഫയൽ സേവ് ചെയ്യാനുള്ള ഡീഫൾട്ട് എക്സ്റ്റൻഷൻ എന്താണ്? .odp. 51. സ്ട്രോങ് പാസ്വേഡ് എങ്ങനെയായിരിക്കണം? ക്യാപിറ്റൽ, സ്മോൾ ലെറ്റർ, നമ്പർ, സിംബോൾസ് ഉൾപ്പെടുന്നവ. പൊതു വൈഫൈ ഉപയോഗിക്കുമ്പോൾ എളുപ്പത്തിൽ സംഭവിക്കുന്ന അപകടം. ഹാക്കിംഗ്, ഡാറ്റ തീഫ്റ്റ്. ഇമെയിൽ അക്കൗണ്ട് ഷെയർ ചെയ്യേണ്ടതില്ല ആരുമായി? മറ്റാർക്കും. ഫിഷിംഗ് എന്നത് എന്താണ്? കള്ളമായി ഒരു ഇമെയിൽ സൈറ്റ് വഴി സ്വകാര്യ വിവരങ്ങൾ കളയുക. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. പ്രൈവസി സെറ്റിംഗ്, ഓവർ ഷെയറിംഗ് ഒഴിവാക്കുക. അടുത്തത്, ഇമെയിൽ അഡ്രസ് ഫോർമാറ്റ് എങ്ങനെയായിരിക്കണം? യൂസർ നെയിം @example.com. ഇമെയിലിലെ വിഭാഗങ്ങൾ എന്താണ് എഴുതുന്നത്? അയക്കേണ്ട വ്യക്തിയുടെ ഇമെയിൽ ID. ഇമെയിലിലെ സബ്ജക്റ്റ് ഭാഗം എന്തിനാണ് വേണ്ടത്? ഇമെയിലിൻ്റെ വിഷയം ചുരുക്കമായി വ്യക്തമാകാൻ. ഇമെയിലിലെ ലേഖനം ആരംഭിക്കാൻ ഉപകാരപ്പെടുന്ന വാക്കുകൾ. ഡിയർ സർ, മദാം. ഇമെയിൽ സിഗ്നേച്ചറിൽ എന്തൊക്കെ എഴുതാം? പേര്, ക്ലാസ്, സ്ഥലം, സ്കൂൾ, ഇൻസ്ട്രക്ഷൻ. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മൾ ഉടനെ പാർട്ട് 4 ഇടുന്നതായിരിക്കും. അവധി അറിവുകളെല്ലാം ഉണ്ടെങ്കിൽ വേഗം അപ്ഡേറ്റ് വീഡിയോ ഇടും.